Now we are at day 8 of edX Life School. ഇതെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിലിപ്പോ കുട്ടികളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസും സെൽഫ് അവയർനെസ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മനസ്സിലാക്കാനും ഇൻഡിവിജ്വലി ഓരോ ആൾക്കാർക്കും ഒരു 30 മിനിറ്റ്സ് കൗൺസിലിംഗ് സെഷൻ ഒക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഏതാണ് അവന്റെ കരിയർ പാത്ത് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിനൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. ബാക്കി നമുക്ക് കണ്ടറിയാം. പോലെ തന്നെ നമുക്ക് പല ആളുകൾക്കും ഇപ്പോഴും എവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്നൊരു ഗോളില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഒരു ടെസ്റ്റ് നടത്തിക്കൊണ്ട് രണ്ട് രീതിയിലുള്ള ടെസ്റ്റുകൾ സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൗൺസിലിംഗ് നൽകുന്ന രീതിയിലാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫിക്സ് മൈ കരിയർ എന്ന് പറയപ്പെട്ട ഒരു കമ്പനിയുമായി കൊളാബ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അജ്മൽ ബ്രോ നമ്മളോട് പറയും. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ നിങ്ങൾ ജെന്യൂൻ ആയിക്കൊണ്ട് തന്നെ ആ എക്സാം ആണെങ്കിലും ആ കൗൺസിലിംഗ് സെഷൻ കേൾക്കുന്നുണ്ടല്ലോ, സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങളുടെ പെന്ന് കാര്യങ്ങളൊന്നും കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെക്കട്ടോ നമുക്ക്. എന്താണ് ആ ചോദ്യം? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് വിൽ യു ചൂസ്? നമുക്ക് അൺലിമിറ്റഡ് ആയ സപ്ലൈ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും? ഓക്കെ, സോ ഹിയർ ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതെന്ന് ഡേറ്റ് കറക്റ്റ് അല്ലേ? ഇയർ മാറിയല്ലേ? സോ ലെറ്റ്സ് ഇമാജിൻ. ഓക്കെ, ഈ ഒരു ദിവസം എന്തായാലും വരും അല്ലേ? എന്തായാലും ഈ ദിവസം വരും. നെക്സ്റ്റ് ഒരു 10 ഇയർ നോക്കുന്ന സമയത്ത് എന്തായാലും വരും. നിങ്ങൾ ബാക്ക് 10 വർഷം പിറകിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും ഇതേപോലെ ഒരു ദിവസം, ആ 15 എന്ന് പറയുന്ന ഒരു ദിവസം അവിടെ ഉണ്ട് അല്ലേ? ഈ 3 സംഗതികളിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ മുന്നേ റിഗറസ്, അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തിങ്ക് ചെയ്തിട്ട് ഡിസിഷൻസ് എടുത്ത് മൂവ് ചെയ്യും. സോ ഒരു 3 ഡിസിഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. 3 കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ, കരിയർ ചൂസ് ചെയ്യുമ്പോൾ പിന്നെന്തായിരുന്നു 2 എണ്ണം? പ്ലേസ്, പാർട്ട്ണർ. എത്ര തന്നു? 5 എണ്ണം തന്നു. നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടി? 5 എണ്ണം കിട്ടി. ഓക്കെ, ഹിഷാം, എന്റെയാ ബിലാല്. പുതിയ വന്നാരാ? നിങ്ങളുടെ പേരെന്തായിരുന്നു? ചോദിക്കുന്ന കൈ ഒന്ന് ഇങ്ങനെ കാണിക്കണം, ഇതിൽ എത്ര ഉണ്ടെന്ന്. ജസ്റ്റ് കളിക്കുക, നിങ്ങൾ കളി മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ? റൈറ്റ്. ഇതില് 15 എണ്ണം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? 15. നിങ്ങൾ എന്താ ചെയ്തേ? ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വന്നു, അവരോട് ചോദിച്ചു, അപ്പൊ പോയി അല്ലേ? സോ ഓക്കെ, അവ കിട്ടിയില്ല. ഓക്കെ, ഗോച്ച 5 എന്ത് ചെയ്തു? 1 കിട്ടി. ഓക്കെ, 1 കിട്ടിയ പിന്നെ എന്ത് ചെയ്തു? ഓക്കെ, ആൾക്കാരും ചിന്തിക്കുന്ന ഓക്കെ. ഇതില് മാക്സിമത്തിന്റെ തെറ്റുള്ള ചാൻസ് വളരെ കുറവാണ്. അത് 6 കൂടുതൽ നമ്പർ, 5 കൂടുതൽ വെച്ചപ്പോ ഉത്തരം എന്തായി? തെറ്റു എന്നുള്ള ഉറപ്പായി അല്ലേ? അത് സ്ട്രാറ്റജി മാറ്റി, കളിച്ചോണ്ടിരിക്കുമ്പോ തന്നെ സ്ട്രാറ്റജി മാറ്റി, സ്പീഡാക്കി. ഓക്കെ, ചോദിക്കുമ്പോ അല്ല അതിന് വേറെ കളിയുണ്ട്. ഓക്കെ, ഇതില് 10 എണ്ണം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? 10-ന് താഴെ ആരെങ്കിലും ഉണ്ടോ? എത്ര കിട്ടി? 9 എണ്ണം കിട്ടി. നിങ്ങൾക്ക് ആദ്യം എത്ര ഉണ്ടായിരുന്നു? ആദ്യം 10 എണ്ണം ഉണ്ടായിരുന്നു. ആദ്യം 5 എണ്ണം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ 5 എണ്ണം തന്നു. നാളെ നമുക്ക് ടർഫ് ഉണ്ട്, അതിന്റെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇനി ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ കുറച്ച് സൈക്കോമെട്രിക് ടെസ്റ്റിൻ്റെ അപ്പാർട്ട് നമ്മുടെ കുറച്ച് ആൾക്കാരുടെ അവിടെ പേഴ്സണലി ആയിട്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പാർട്ട് ഫ്രം ദെയർ നമുക്ക് ഇവിടെ കുറേ പ്ലാനിങ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ആ പ്ലാനിങ്സ് വേറെ ഒന്നും ഇല്ല, ടർഫ്ക്ക് വേണ്ടി അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, പ്ലെയേഴ്സ് സെറ്റാക്കാൻ. അപ്പോൾ നോക്കി ഗൈസ്, ഇനി ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സൈക്കോമെട്രിക് ടെസ്റ്റിൻ്റെ ഭാഗം ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. 30 മിനിറ്റ്സ് ഈച്ച് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ്റ് വന്നിട്ട് കൗൺസിലിങ്ങിനാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ടർഫിൻ്റെ കുറിച്ചിട്ട് കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ആൾക്ക് വേണ്ടി.
3 ടീം. റഫീഖ് സാറ് ടീം, മുസ്തഫ, ഇതിലേ ഒരു ഐക്കൺ പ്ലെയർ ഉണ്ട് എല്ലാ ടീമിനും കേട്ടോ. ഒരു ഐക്കൺ പ്ലെയർ എല്ലാ ടീമിനുണ്ട്. ഇന്ത്യയിൽ അസിൽ വന്നു, ആ ക്യാപ്റ്റൻ വിളിക്കാം. അസിൽ വന്നു. മുസ്തഫ ആയിരുന്നു, അഫ്സൽ വന്നു, സോര് വന്നു. ഇനി ശ്രദ്ധിക്കുക, ഇനി ടോട്ടൽ ലിസ്റ്റ് 15 പ്ലേയേഴ്സ് ഉള്ളത്. വിളിക്കാന് ആ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടുണ്ടെന്ന് നോക്കി മനസ്സിലാവും. 15 ആളെ വിളിക്കണം. അതിലൊരു ടീം എന്ത് ചെയ്യണം, 5 പേരുടെയും 5 ടീമിനെ വിളിച്ചെടുക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ടോട്ടൽ പോയിന്റ് വരുന്നത് 1000 പോയിന്റ് കേട്ടോ. എത്ര പോയിന്റ് ആണ്? 1000 പോയിന്റിലേ മിനിമം ഒരു പ്ലെയർക്ക് മിനിമം ഒരു പ്ലെയർക്ക് 50 പോയിന്റ് വെച്ച് മാറ്റി വെക്കണം. അതായത് മനസ്സിലായില്ലേ? മിനിമം പ്രൈസ് 50 ആക്കിയിട്ട് എന്ത് ചെയ്യണം, അതിന് മുകൾക്ക് വിളിക്കാൻ വേണ്ടി പറ്റൂല വിളിക്കട്ടോ. അല്ല, അതിന് കുറച്ച് വിളിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും 800 ഒരു പ്ലെയർ വിളിച്ചു വെച്ചാൽ എന്തുണ്ടാവും, ബാക്കി പ്ലേസിന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വിളിക്കാൻ നിങ്ങൾ എലിജിബിൾ ആവൂല അതിന്. ക്ലിയർ അല്ലേ? ഇവിടെ മുസ്തഫ ക്ലിയർ ആവണല്ലേ? ഓക്കെ. ഇനി ഓരോ പ്ലെയർ സ്ക്രീനിൽ കാണിക്കും സിനാന്. അപ്പൊ എന്ത് ചെയ്യാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടം, അത് ഓർത്തെടുക്കാണ്. 50 തുടങ്ങും. 50 ഇപ്പൊ ഹരി 50 തുടങ്ങി കഴിഞ്ഞാല് പനക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 200 വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഗൈസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 ടീംസ് ആയിട്ടുണ്ട്. റഫീഖ് സാറ്, മുസ്തഫ ടീമും പിന്നെ അമ്രാസ് സാറ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് റഫീഖ് സാറിന്റെ ക്യാപ്റ്റനും സൗരവും. നോക്ക് എന്തൊക്കെ സംസാരിക്കും, നല്ല പ്ലാനിങ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമുക്ക് കാണുമ്പോൾ ആ ടെൻഷൻ കണ്ടോ, റഫീഖ് സാറിന്റെ ആ ടെൻഷനൊക്കെ ഇങ്ങനെ. ഇറ്റ്സ് വെരി പ്ലാൻഫുൾ തിങ്സ് ഗോയിങ് ഓൺ ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നോക്ക്. ടീം മുസ്തു, ടീം അമ്രാസ് സർ, ടീം റഫീഖ് സർ. അപ്പോൾ 3 ടീം ആയിക്കോണു. അതിൽ ക്യാപ്റ്റൻസ് ഓൾറെഡി സെറ്റാണ്, സൗരവും അഫ്സലും ആസിലും. ഇനി കൂടുതൽ പ്ലേയേഴ്സ് നമുക്ക് ചൂസാക്കാൻ പോകണം ഗൈസ്. നമ്മുടെ അടുത്ത ടീം അമ്രാസന്റെ ടീം. അവിടെ നോക്കാൻ പറ്റും, ഭയങ്കര പ്ലാനിങ് ആണ് ഗൈസ്. പിന്നെ വേറെ ടീമുണ്ട്, മുസ്തഫ ഉണ്ട്, പാവം മുസ്തഫ. വീഡിയോന്റെ ബാക്കിൽ മുസ്തഫാന ഗൈസ്. അവനക്ക് പ്ലാനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്, ഹി ഈസ് ഓൾറെഡി പ്രിപ്പയർഡ്. യെസ്. എടാ ഗൈസ്, ഹലോ ഇതില് ഫസ്റ്റ് ആരെ വിളിക്കണം എന്നുള്ള എന്ത് ചെയ്യും, ഡ്രോ ചെയ്യും. അപ്പൊ ആരെ കാണിച്ചെങ്കിലും വിളിച്ചു തുടങ്ങാം. 50 റേറ്റ് വിളിച്ചായി പെട്ടെന്ന് വേണ്ടിട്ടേ കൂട്ടി പോണ്ട. അങ്ങനെ വേണ്ട. അങ്ങനെ വേണ്ടറിയോ, ടൈം കുറെ സമയം പോകും. ഒരാൾക്ക് 100 കൂട്ടാണെങ്കിൽ 100 കൂട്ടിക്കോട്ടെ. ഓക്കെ ഗൈസ് നമുക്ക് ആസിലിന്റെ ഫേസ് കാണാൻ പറ്റും ഗൈസ്. പാവക്കുട്ടി ഫുള്ള് ടെൻഷനാ ഗൈസ്, ഫുള്ള് ടെൻഷന്. പിന്നെ ഈ ടീമിക്ക് കുറച്ച് ടൈം കിട്ടിയിട്ടില്ല, അപ്പോൾ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് ടൈം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ബാക്കി റെസ്റ്റ് ഓഫ് ദി ടീമിക്ക് നല്ലോണം ടൈം, എസ്പെഷ്യലി നമ്മുടെ റഫീഖ് സാറിന്റെ ടീം നല്ലോണം ടൈം കിട്ടി. ചോദിക്കട്ടെ, എന്താണ് ഫീൽ ചെയ്യുന്നത്? ഏത് ടീമിന്റെ കൂടെയാണ് നിങ്ങൾ? Guys, planning, guys, planning. Yes. Master planning, guys. It's a master level, we can say. Mustu, just look at there. 1, 2, 3, go.
ജാസിർ കെബി. പൊസിഷൻ ഡിഫൻഡർ. അർഷൻ. അംബ്രാസന്റെ ഫേസ് നോക്കി. പേര് നമ്പർ എഴുതി കേട്ടോ. ഉനൈസ് അലി. ഉനൈസ് അലി വിളിക്കണ്ടോ? 50. ഉനൈസ് 50. ഉനൈസ് 60. വിളിക്കണില്ല. ഉനൈസ് 70. ഉനൈസ് 80. വിളിക്കണ്ടോ? ഉനൈസ് 90. ഉനൈസ് 100. ഉനൈസ് 110. ഉനൈസ് 120. ഉനൈസ് 130. ഉനൈസ് 140. ഉനൈസിന്റെ എത്ര? 150. ഉനൈസ് 150. ഉനൈസ് 160. ഉനൈസ് 160. ഉനൈസ് അംബ്രാസാർ 2 തരം 3 തരം. അർഷല്ല 50 വിളിച്ച്. അർഷല്ല 50 വിളിച്ച്. മറ്റാളെ 90. 90. ഇവിടെ 50. 160. ഒരു 90 50. അടുത്ത ഫൈസൽക്ക വിളിക്കണ്ടോ? വിളിക്കണ്ടോ? 50. നിയാസ്കോട് ബിലാൽ ഓക്കെ. 50 ഒരു തരം, 60 ഒരു തരം, 70 ഒരു തരം, ബിലാൽ 80 ഒരു തരം, 85 ഒരു തരം, 85. അതൊരു 5ന്റെ സംഖ്യ വന്ന് 85. വിളിക്കണ്ടോ? ബിലാലിന് വേണ്ടി വിളിക്കുന്നുണ്ടോ? 85 ഒരു 85. 90 തരം. 100 ഒരു തരം. 100. 120 ഒരു തരം. 130 ഒരു തരം. 150 ഒരു തരം. 155 ഒരു തരം. 170 ഒരു തരം. 170. 180. 180 ഒരു തരം. 180 ഒരു തരം. 200 ഒരു തരം. 200 ഒരു തരം. 200. ബിലാൽ 200. 210 ഒരു തരം. കൂട്ടണോ? 210 ഒരു തരം. 220 ഒരു തരം. 225 ഒരു തരം. 230 ഒരു തരം. ബിലാൽ എത്ര വില? 240 ഒരു തരം.
250 ഒരു തരം. ഓടാ. ടി മുസ്തഫ 250. 250 ഒരു തരം. 250. 255 ഒരു തരം. 260 ഒരു തരം. 265 ഒരു തരം. 270. 275. 280. ബിലാൽ എങ്ങനെ കേറിപ്പോണ്? ചേട്ടാ ഞാൻ ആരാ? 285 കൂട്ടണോ? 290 തരാം. 290 തരാം. 295 തരാം. 295. 295 തരാം. വിളിക്കേ അങ്ങനെ നിർത്തരുത്. 295 2 തരം. 300 ഒരു തരം. 300 1.25 തരം. അങ്ങനെ വിളിക്കണം. 305 ഒരു തരം. 305 ഒരു തരം. 305 1.5. 305 1.5. ബിലാലെ 310 ഒരു തരം. ബിലാല് 310 സോൾഡായി. 310. 310. Guys, till now 310 most valuable player till now Bilal. നെക്സ്റ്റ് അടുത്ത അർജുൻ. അർജുനില്ല. അർജുൻ ഗൈസ് എഡെക്സ് ലൈഫ് സ്കൂളിന്റെ ക്രിയേറ്റീവ് ഹെഡ് കൂടിയായ അർജുനാണ് നെക്സ്റ്റ് നമ്മുടെ പ്ലെയർ. അർജുൻ 50 ഒരു തരം. അർജുൻ 150. 50 150 ഒരു തരം. 150. ഓ ടീമായോ? 150 ഒരു തരം. 150 ഒരു തരം. 160 ഒരു തരം. 170 ഒരു തരം. 175 ഒരു തരം. 175 അർജുൻ കമോൺ. 175 ഒരു തരം. 190 ഒരു തരം. 200 ഒരു തരം. അർജുൻ 200 ഒരു തരം. 220 ഒരു തരം. 220 ഒരു തരം. ഇനിയും പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. പോയിന്റ്സ് മാറ്റി വെക്കണേ. പോയിന്റ്സ് ഉണ്ടോ? ഒന്ന് നിയാസ്ക. അത് അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കീപ്പർ എടുത്തേണ്ടി വരും. ശരിക്കും പറഞ്ഞാലേ കീപ്പേഴ്സിനെ ഒരുമിച്ച് വിളിക്കലാണ്. അങ്ങനെയാണ്. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തു. 220 ഒരു തരം. 222 ഒരു തരം. 230 ഒരു തരം. 230 ഒരു തരം. 230 ഒരു തരം. 200 ഇനിയുണ്ടോ? കൂടുണ്ടോ? അർജുൻ ഹിഷാം
230 ഒരു തരം. വിളിക്കുന്നുണ്ടോ? അജിനെ വിളിക്കുന്നില്ല? 230 കേട്ടോ ബോസ്. അർജുന് അജ്മൽ 60 ഒരു തരം. അജ്മല് 60 1.5. അജ്മല് 70 ഒരു തരം. ഉണ്ടോ? വിളിക്കുന്നുണ്ടോ? റഫീഖ് സാർ വിളിക്കുന്നുണ്ടോ? അർജുൻ 80 ഒരു തരം. അല്ല, അജ്മൽ 80 ഒരു തരം. അജ്മൽ 85 ഒരു തരം. അജ്മൽ 90 ഒരു തരം. അജ്മൽ 90 2 തരം. അജ്മൽ 90 3 തരം. സോൾഡ് ഔട്ട്. ടീം മുസ്തഫ. യെസ് 90 പോയിന്റ്സ്. 1000 ടോട്ടൽ. ഇനി അടുത്ത പ്ലെയർ ഓൺ ടു സിനാൻ. ആരായിരിക്കും? ഹാഷിം. വീണ്ടും ചെർപ്പളശ്ശേരിയുടെ പൊന്നോമന പുത്രൻ. ചെർപ്പളശ്ശേരിയുടെ പൊന്നോമന പുത്രൻ നമ്പർ 2. മാക്സിമം കൂട്ടി വിളിച്ചോ എങ്ങനെയാണോ? മാഹിൻ. മാഹിൻ ഷാനി. മാഹിൻ 50. എത്ര വേണമെങ്കിലും ഒരു കൂട്ടി വിളിക്കോ? 50 ഒരു മാഹിൻ തരം. 50. 50 2 തരം. 60 ഒരു തരം. 300 ഒരു തരം. 305 ഒരു തരം. 310 ഒരു തരം. 315 ഒരു തരം. 315 അല്ലേ? 315 2 തരം. 315 350 തരം. 300. അതൊക്കെ പെട്ടെന്ന് വിളിക്കണം. 350 ഒരു തരം. 350 1.5. 355 360 ഒരു തരം. 365 ഒരു തരം. 370 375 ഒരു തരം. 385 ഒരു തരം. 390 ഒരു തരം. 390 2 തരം. 390 2 തരം. 390 2 തരം. 395 400 ഒരു തരം. 405 ഒരു തരം. അതിനെവിടെ? 490. 405 ഒരു തരം. 410 ഒരു തരം. 415 ഒരു തരം. 415 2 തരം. 415 2.4. 415 2.5. 415 2.5. 215 2.4. 415 3 തരം. 3 സോൾഡ് ഔട്ട്. മോസ്റ്റ് ഇപ്പൊ കറന്റ്ലി മോസ്റ്റ് സോൾഡ് വാല്യുബിൾ പേഴ്സൺ മാഹിൻ ഷാനിഫ്. മാഹിൻ ഷാനിഫ് 415. 15.